ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മോത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 53-ാമത്തെ ദിവസം വേദപുസ്തക വായനയിലേക്ക് പ്രവേശിക്കാം. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം. ഇസ്രായേൽ അഥാരീം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ അരാദ് രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു. കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേരായി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴിനിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിൻ്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഇയെ അബാരീമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരേദ് താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്തുനിന്ന് ഉദ്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർന്നോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർന്നോൻ മോബാവിനും അമോര്യർക്കും മധ്യേ മോബാവിനുള്ള അതിരാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർന്നോൻ താഴ്വരകളും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മോബാവിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറെ പൊങ്ങിവാ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മഥാനയ്ക്കും, മഥാനയിൽ നിന്ന് നഹലിയേലിനും, നഹലിയേലിൽ നിന്ന് ബാമോത്തിനും, ബാമോത്തിൽ നിന്ന് മോവാബിൻ്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗാമുകളിലേക്കും യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേൽ കടന്നുപോകാൻ സമ്മതിക്കാതെ തൻ്റെ ജനത്തെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിൻ്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസീൻ എന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർന്നോൻ മുതൽ യബോക്ക് വരെയും അമോന്യരുടെ അതിർവരെയുമുള്ള അവൻ്റെ ദേശത്തെ കൈവശമാക്കി. അമ്മോന്യരുടെ അതിരോ ഉറപ്പുള്ളതായിരുന്നു.
ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ എല്ലാ പട്ടണങ്ങളിലും കുടിപാർത്തു. ഹെശ്ബോനിലും അതിൻ്റെ സകല ഗ്രാമങ്ങളിലും തന്നെ. ഹെശ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോന്റെ നഗരമായിരുന്നു. അവൻ മുമ്പിലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർന്നോൻ വരെയുള്ള അവൻ്റെ ദേശമൊക്കെയും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നു. അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത്, ഹെശ്ബോനിൽ വരുവിൻ, സീഹോന്റെ നഗരം പണിതുറപ്പിക്കട്ടെ. ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിൻ്റെ ആര്യരെയും അർന്നോൻ തീരത്തെ ഗിരിനിവാസികളെയും ദഹിപ്പിച്ച്, മോവാബേ, നിനക്ക് ഹാ കഷ്ടം! കേമോശിൻ്റെ ജനമേ, നീ മുടിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമോര്യ രാജാവായ സീഹോന് അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരെ അമ്പെയ്തു. ദീബോൻ വരെ ഹെശ്ബോൻ നശിച്ചു. മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് കുടിപ്പാർത്തു. അനന്തരം മോശെ എസേരിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിൻ്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് ബാശാൻ വഴിയായി പോയി. ബാശാൻ രാജാവായ ഓഗ് തൻ്റെ സകല ജനവുമായി അവിടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശയോട്, അവനെ ഭയപ്പെടണ്ട, അവനെയും അവൻ്റെ സകല ജനത്തെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെശ്ബോനിൽ പാർത്ത അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോടും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവർ അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു. അവൻ്റെ ദേശത്തെ കൈവശമാക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിൻ്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേല്യർ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നതുപോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബെയോരിൻ്റെ മകനായ ബെലയാമിനെ വിളിപ്പാൻ അവൻ്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരയച്ചു. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നെക്കാൾ ഏറ്റവും ബലവാന്മാർ ആയിരിക്കൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്ത് നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാവുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. മോവാബ്യ മൂപ്പന്മാരും മിഥ്യാന്യ മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്ന ദക്ഷിണയുമായി ബിലയാമിൻ്റെ അടുക്കൽ ചെന്നു. ബാലാക്കിൻ്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ ബിലയാമിനോട് കൂടെ പാർത്തു. ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്നു. നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോട്, ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് എൻ്റെ അടുക്കൽ പറഞ്ഞയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവിൻ, നിങ്ങളോട് കൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിൻ്റെ അടുക്കൽ ചെന്നു. ബിലയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലയാമിൻ്റെ അടുക്കൽ വന്ന് അവനോട്, എൻ്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുതേ,
ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിൻ്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറേയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ. നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പിൻ എന്നുത്തരം പറഞ്ഞു. രാത്രിയിൽ ദൈവം ബിലെയാമിൻ്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോട് കൂടെ പോക. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, മോവാബ്യ പ്രഭുക്കന്മാരോട് കൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കു വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി. ബിലെയാമിൻ്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് വന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിൻ്റെ കോപം ജ്വലിച്ച് അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്ത്? ഇതാ, ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്കെതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോടുകൂടെ പോക. എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ പോവുകയും ചെയ്തു. ബിലെയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർന്നോൻ തീരത്ത് ദേശത്തിൻ്റെ അതിരിലുള്ള ഈർ മോവാബ് വരെ അവനെ എതിരേറ്റു ചെന്നു. ബാലാക്ക് ബിലെയാമിനോട്, ഞാൻ നിന്നെ വിളിപ്പാൻ ആളയിച്ചില്ലയോ? നീ വരാതിരുന്നത് എന്ത്? നിന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴിയുകയില്ലയോ എന്ന് പറഞ്ഞതിന് ബിലെയാം ബാലാക്കിനോട്, ഞാൻ വന്നിരിക്കുന്നുവല്ലോ, എന്നാൽ എന്തെങ്കിലും പറവാൻ എനിക്ക് കഴിയുമോ? ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലെയാം ബാലാക്കിനോടുകൂടെ പോയി. അവർ കിര്യത്ത് ഹൂസോത്തിൽ എത്തി. ബാലാക്ക് കാളകളെയും ആടുകളെയും അറുത്ത് ബിലെയാമിനും അവനോടുകൂടെയുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റേന്നാൾ ബാലാക്ക് ബിലെയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ഒരു അറ്റം കണ്ടു. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.